Okay, next we are going to learn about how to change the text case. അപ്പോൾ എം എസ് വേർഡിൽ എങ്ങനെ നമുക്ക് ടെക്സ്റ്റ് കേസ് മാറ്റാം എന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. We can change the case of a text into sentence case, lower case, upper case or capitalized letters by changing their case. അപ്പോൾ ഹോം ടാബിൽ ഫോണ്ട് ഗ്രൂപ്പിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ചേഞ്ച് കേസ് എന്ന് പറഞ്ഞ മെനു ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ഓപ്ഷൻസ് വരിക. സെൻറ്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, ടോഗിൾ കേസ്. ഓക്കെ, സെൻറ്റൻസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെൻറ്റൻസ് കേസ്? Sentence case means capitalize the first letter of the first word in each sentence. ഓരോ സെൻറ്റൻസിലെയും ഫസ്റ്റ് ലെറ്ററിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നതാണ് സെൻറ്റൻസ് കേസ് എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി എം എസ് വേർഡ് എന്നുള്ളത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ജസ്റ്റ് സ്മോൾ ലെറ്ററിൽ എഴുതാണ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ സെൻറ്റൻസ് കേസ് ആക്കുകയാണ്. കണ്ടോ, ഫസ്റ്റ് ലെറ്ററിനെ ക്യാപിറ്റലൈസ് ചെയ്തു, ഫസ്റ്റ് ലെറ്ററിന്. ഓക്കെ, അതാണ് സെൻറ്റൻസ് കേസ് എന്ന് പറയുന്നത്. ഓരോ സെൻറ്റൻസിൻ്റെയും ഫസ്റ്റത്തെ ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യും, സെൻറ്റൻസ് കേസ്. കമ്മിങ് ടു ദ സെക്കൻഡ് വൺ എന്താണ്? ലോവർ കേസ്. ലോവർ കേസ് മീൻസ് ചേഞ്ച് ദ കേസ് ഓഫ് ഓൾ ദ ലെറ്റേഴ്സ്. ലോവർ കേസ് ആക്കും, എല്ലാ ലെറ്റേഴ്സും ലോവർ കേസിലേക്കാക്കും. ഉണ്ടോ, എല്ലാ ലെറ്റേഴ്സും കംപ്ലീറ്റ് ലോവർ കേസിലാക്കി. ഓക്കെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പർ കേസ്. എല്ലാ ലെറ്റേഴ്സും അപ്പർ കേസിലേക്ക് ആക്കും. മൂന്നാമത്തെ ഓപ്ഷൻ അപ്പർ കേസ്. കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ വന്നിട്ടുണ്ട്, അപ്പർ കേസ് ആക്കി വന്നിട്ടുണ്ട്. ഓക്കെ, നാലാമത് വരുന്നത് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ആണ്. ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, ഓരോ വേർഡും ക്യാപിറ്റലൈസ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ലോവർ കേസിലേക്ക് മാറ്റി. ഓക്കെ, ലോവർ കേസിലേക്ക് മാറ്റി സെൻറ്റൻസ് കേസ് ആക്കി. ഓക്കെ, സെലക്ട് ചെയ്തു, സെൻറ്റൻസ് കേസ് ആക്കി. അപ്പോൾ നോർമൽ നമ്മൾ ആദ്യം വരുന്ന ടെക്സ്റ്റ് പോലെ ആക്കി. ഇനി ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യാണ്. ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യാൻ പോവാണ്. കണ്ടോ, ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ആയിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ആയി. ഓക്കെ, ഇതാണ് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, ടോഗിൾ കേസ്. ടോഗിൾ കേസ് എന്ന് പറഞ്ഞത് ഇപ്പോൾ നിലവിൽ ഏത് കേസ് ലെറ്റർ ആണോ ഇരിക്കുന്നത് അതിന് നേർ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ എം എന്ന് പറയുന്ന ലെറ്റർ മാത്രമേ ക്യാപിറ്റൽ ലെറ്ററിലുള്ളൂ, ബാക്കിയുള്ള കംപ്ലീറ്റ് ലെറ്ററും സ്മോൾ ലെറ്ററിലാണ്. അപ്പോൾ ഇത് നേരെ ടോഗിൾ കേസ് അമർത്തി കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എം സ്മോൾ ലെറ്റർ ആവും. ഓക്കെ, ലോവർ കേസ് ആവും. ബാക്കിയുള്ളതൊക്കെ എന്താവും? കംപ്ലീറ്റ് അപ്പർ കേസിലേക്ക് മാറും. അതാണ് ടോഗിൾ കേസ് എന്ന് പറയുന്നത്. കേട്ടോ, എം സ്മോൾ ലെറ്ററായി, ബാക്കിയുള്ളതൊക്കെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ടോഗിൾ കേസ്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള എന്ത് കേസാണോ, അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ, ലോവർ കേസ് ആണെങ്കിൽ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും, അപ്പർ കേസ് ആണെങ്കിൽ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് ടോഗിൾ കേസ്. നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് വരുന്നത്. എന്താണെന്ന് നോക്കാം. ദ ഓപ്പോസിറ്റ് ഓഫ് ദ ടൈറ്റിൽ കേസ്, ഇറ്റ് മേക്സ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് എവരി വേർഡ് ലോവർ കേസ് ആൻഡ് ക്യാപിറ്റലൈസ് ദ റിമൈനിങ് ലെറ്റേഴ്സ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ടെക്സ്റ്റ് അലൈൻമെൻറ്റിനെ കുറിച്ചാണ്. ടെക്സ്റ്റ് അലൈൻമെൻറ്റ്. ഓക്കെ, വാട്ട് യു മീൻ ബൈ ടെക്സ്റ്റ് അലൈൻമെൻറ്റ്? ടെക്സ്റ്റ് അലൈൻമെൻറ്റ് ഓർ പാരഗ്രാഫ് അലൈൻമെൻറ്റ് എന്നും വിളിക്കാറുണ്ട്. So there are 4 types of paragraph alignment available in MS Word. They are left aligned, center aligned, center aligned, right aligned and justified. അപ്പോൾ നമുക്ക് എവിടെയാണ് ഈ ഓപ്ഷൻ കാണാൻ സാധിക്കുക? ഹോം ടാബിൽ പാരഗ്രാഫ് ഗ്രൂപ്പിലാണ്. ഓക്കെ, ഫോണ്ട് ടാബിലുള്ള എല്ലാം ഏകദേശം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി പാരഗ്രാഫ് ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അലൈൻമെൻറ്റിനെ കുറിച്ച് അലൈൻമെൻറ്റ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടോ, അലൈൻ ലെഫ്റ്റ്, അലൈൻ സെൻറ്റർ, അലൈൻ റൈറ്റ് ആൻഡ് ജസ്റ്റിഫൈഡ്. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. എന്താണ് ലെഫ്റ്റ് അലൈൻഡ് ടെക്സ്റ്റ്?
Left aligned text. Text is left aligned when it is aligned evenly along the left margin. അപ്പോൾ ലെഫ്റ്റ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഏത് ടെക്സ്റ്റ് ആണോ ഏത് പാരഗ്രാഫ് ആണോ അലൈൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇറ്റ് ഈസ് ഓൾറെഡി അലൈൻഡ് ലെഫ്റ്റ് ആണോ, ഇത് ലെഫ്റ്റ് മാർജിനുമായിട്ട് അലൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ലെഫ്റ്റ് അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് മാർജിനുമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ലെഫ്റ്റ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളിത് കൺവേർട്ട് ചെയ്ത് ഇത് സെൻറ്റർ അലൈൻഡ് ആക്കുകയാണെങ്കിൽ എന്ത് വരും? ഇത് കംപ്ലീറ്റ്ലി സെൻറ്ററിലേക്ക് വരും. ഓക്കെ, ദ ടെക്സ്റ്റ് വിൽ ബി സെൻറ്റർ അലൈൻഡ് വെൻ ഇറ്റ് ഈസ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ ലൈറ്റ് ആൻഡ് when it is in the center of the left and right margin. അപ്പോൾ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും സെൻറ്ററായിട്ട് പ്രോപ്പറായിട്ട് വരുന്നതാണ് സെൻറ്റർ അലൈൻഡ് എന്ന് പറയുന്നത്. ഇനി നമ്മളിത് റൈറ്റ് അലൈൻഡ് ആക്കുകയാണെങ്കിലോ റൈറ്റ് മാർജിനിലേക്ക് കംപ്ലീറ്റ് ലൈൻസ് അല്ലെങ്കിൽ പാരഗ്രാഫ് പോയിട്ടുണ്ടാവും. കേട്ടോ, ഫീൽ ദ ഡിഫറൻസ്. ഇപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മാറി കണ്ടോ, കംപ്ലീറ്റ് ലെഫ്റ്റ് മാർജിനിലേക്ക് മാറിയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് ആയിട്ടുണ്ട്. റൈറ്റ് അമർത്തി കഴിഞ്ഞാൽ എന്താണ്? റൈറ്റ് മാർജിനുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. സെൻറ്റർ അലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സെൻറ്റർ കംപ്ലീറ്റ്ലി ലെഫ്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും റൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഇത് എന്താണ്? ഏകദേശം ഒരേ ദൂരത്തിലായിരിക്കും നിൽക്കുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റിഫൈ. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ ഒരു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ ലെഫ്റ്റ് മാർജിനാക്കി ഇത് ജസ്റ്റിഫൈ ആക്കുമ്പോൾ ഏകദേശം കണ്ടു എല്ലാ വേർഡ്സും ഒന്ന് അറേഞ്ച് ചെയ്ത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം എന്താണ്? ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് എല്ലാ ടെക്സ്റ്റുകളും അല്ലെങ്കിൽ എല്ലാ വേർഡ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് അലൈൻഡ് ഈവൻലി അലോങ് ബോത്ത് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ. ഓക്കെ, അതിന് എന്താണ്? ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരു ഈവൻലി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈവൻലി അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ജസ്റ്റിഫൈഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റിഫൈഡ് ആണോ, ഇതാണ് ജസ്റ്റിഫൈഡ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ലെഫ്റ്റ് അലൈൻ ചെയ്യുന്നതിന് Ctrl+L ആണ്. സെൻറ്റർ അലൈൻ ചെയ്യുന്നതിന് Ctrl+C അല്ല, Ctrl+E ആണ് വരുന്നത്. Ctrl+C എന്തായിരുന്നു? കോപ്പി ആയിരുന്നു അതിൽ. ഓക്കെ, ഒരിക്കലും ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ മറ്റേതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ C അല്ല, Ctrl+E ആണ് ഷോർട്ട് കട്ട് കീ. Ctrl+R അലൈൻ റൈറ്റ് ആൻഡ് Ctrl+J ജസ്റ്റിഫൈ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ. കീബോർഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ്. ഓക്കെ, ടെക്സ്റ്റ് അലൈൻമെൻറ്റ് ക്ലിയർ ആയി ഉപയോഗിക്കുന്നത് പാരഗ്രാഫ് ഗ്രൂപ്പിലാണ്. ഹോം ടാബിൽ പാരഗ്രാഫ് ഗ്രൂപ്പിലാണ് ഇത് കാണുക. ഇനി അടുത്തൊരു ഏരിയ പറയാനുള്ളത് ഓട്ടോ റിക്കവറിനെ കുറിച്ചാണ്. ഓട്ടോ റിക്കവർ എന്ന് പറഞ്ഞാൽ വേർഡ് ഓട്ടോമാറ്റിക്കലി സേവ്സ് ഡോക്യുമെന്റ്സ് ടു എ ടെമ്പററി ഫോൾഡർ വൈൽ വർക്കിംഗ് ഓൺ ദം. If you forget to save your changes or if word crashes, you can recover the auto saved file. അപ്പോൾ ഓട്ടോ റിക്കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റ് വർക്ക് ചെയ്യുകയാണ്. പുതിയൊരു വേർഡ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ എന്താണ് നമ്മുടെ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്യാൻ മറന്നുപോയി എന്ന് വിചാരിക്കാം. സേവ് ചെയ്യാൻ മറന്നുപോയി, ഓട്ടോമാറ്റിക്കലി നമ്മളിത് എക്സിറ്റ് ചെയ്തു. ഓക്കെ, എക്സിറ്റ് ചെയ്തു, അല്ലെങ്കിൽ വേർഡ് ക്രാഷ് ചെയ്തു. ഓക്കെ, സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഡാമേജ് വന്നുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്താണ് എക്സിറ്റ് ആയിപ്പോയി. അങ്ങനെ വരുവാണെങ്കിൽ വീണ്ടും നമുക്കത് എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. സാധിക്കും. ആ ഒരു ഓപ്ഷനാണ് ഓട്ടോ റിക്കവർ. അപ്പോൾ വേർഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി ഇത് നമ്മൾ സേവ് ചെയ്തില്ലെങ്കിൽ പോലും, മാനുവലി സേവ് ചെയ്തില്ലെങ്കിൽ പോലും ഇത് എന്താണ് ടെമ്പററി ഫോൾഡറിലേക്ക് ഇത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഓപ്പണിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഈ ഡോക്യുമെൻ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആക്കാൻ സാധിക്കും. അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങളാണ്. ഓപ്പൺ എ ഡോക്യുമെൻറ്റ് ദാറ്റ് വാസ് പ്രീവിയസ്ലി ക്ലോസ്ഡ് വിത്തൗട്ട് സേവിങ്. ഇൻ ബാക്ക് സ്റ്റേജ് വ്യൂ ക്ലിക്ക് ഇൻഫോയിൽ ബാക്ക് സ്റ്റേജ് വ്യൂവിൽ ഫയലിൽ പോവുക. ബാക്ക് സ്റ്റേജ് വ്യൂ ഓപ്പൺ ആയി അതിൽ ഇൻഫോയിൽ പോവുക. ഓട്ടോ സേവ്ഡ് വേർഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, വേർഷൻസ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നതുകൊണ്ട് വേർഷൻ അല്ല, ഇവിടെ മാനേജ് ഡോക്യുമെൻറ്റിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും.
ഉണ്ടോ when I closed without saving എന്നിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ സേവ് ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ മാനേജ് ഡോക്യുമെന്റിൽ കാണിക്കും. ഇപ്പോൾ പഴയ വേർഷനിൽ വേർഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് റീസ്റ്റോർ ചെയ്യുക, അതിനുശേഷം ക്ലിക്ക് ഓക്കെ ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, വേർഡിന് ഒരു സമയം വേണം. അപ്പോൾ അതായത് by default word auto saves every 10 minutes. If you are editing a document for less than 10 minutes, word may not create an auto saved version. അപ്പോൾ വേർഡിന് ഒരു സമയമുണ്ട്. അപ്പോൾ അതായത് 10 മിനിറ്റോളം സമയമാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനുശേഷമാണ് ഇത് അറിയാതെ എക്സിറ്റ് ചെയ്യുന്നത്, സേവ് ചെയ്യാതെ എക്സിറ്റ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ വേർഡ് ഒരു ഓട്ടോ സേവ്ഡ് വേർഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. 10 മിനിറ്റിൽ താഴെയാണ് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് വേർഡ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, അതിനുശേഷം നമ്മൾ അറിയാതെ എക്സിറ്റ് ചെയ്യുകയാണ്, സേവ് ചെയ്യാതെ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു ഓട്ടോ സേവ്ഡ് വേർഷൻ വേർഡ് ക്രിയേറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ്സ് ടൈം വേണം വേർഡ് ഇത് എന്താണ് സേവ് ചെയ്യാം, ഓട്ടോ സേവ്ഡ് വേർഷൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ലൈൻ സ്പേസിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ലൈൻ സ്പേസിങ്. A line spacing is the distance between two lines in a Microsoft Word document. Okay, രണ്ട് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ലൈൻ സ്പേസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് പാരഗ്രാഫ് സ്പേസിംഗ്. രണ്ട് പാരഗ്രാഫ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പാരഗ്രാഫ് സ്പേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടുമുണ്ട്. നമുക്കിവിടെ പാരഗ്രാഫ് ഗ്രൂപ്പിൽ സാധിക്കും. ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിംഗ് രണ്ടും രണ്ടാണ്. ലൈൻ എന്ന് പറയുന്നത് രണ്ട് ലൈൻസ്, രണ്ട് സെന്റൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ പാരഗ്രാഫ് സ്പേസിംഗ് എന്ന് പറയുന്നത് രണ്ട് പാരഗ്രാഫ് തമ്മിലുള്ള സ്പേസിംഗ് ആണ്. ഓക്കെ, ഇനി ലൈൻസ് തമ്മിലുള്ള സ്പേസിംഗ് എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു. ഈ പാരഗ്രാഫ് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ലൈൻ സ്പേസിങ്ങിലേക്ക് പോവുകയാണ്. ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ് തിരഞ്ഞെടുത്തു. ഓക്കെ, ഇവിടെ ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ലൈൻ സ്പേസിംഗ്, ഓക്കെ, സ്പേസിംഗിൽ ലൈൻ സ്പേസിംഗ് എന്ന് തന്നെ കാണാൻ സാധിക്കും. അത് ഞാൻ 1.5 ലൈൻസ് ആക്കി, 1.5 ലൈൻസ് ആക്കി. അത് അതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതിനുശേഷം ഓക്കെ അമർത്തി കഴിഞ്ഞാൽ കണ്ടോ, ഓരോ ലൈനും 1.5 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയും സ്പേസ് ആക്കി മാറിയിട്ടുണ്ട്. ക്ലിയർ? ഇങ്ങനെയാണ് ലൈൻ സ്പേസിംഗ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ പാരഗ്രാഫ് സ്പേസിംഗ്. പാരഗ്രാഫ് സ്പേസിംഗ് എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം? അപ്പോൾ നമുക്ക് ഈ രണ്ട് പാരഗ്രാഫ് തമ്മിലുള്ള സ്പേസ് വേണം, കുറച്ച് അധികം സ്പേസ് വേണം. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ രണ്ട് പാരഗ്രാഫ് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം സ്പേസിങ്ങിലേക്ക് പോവുക, ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ. അപ്പോൾ ഇത് സ്പേസിംഗ് ബിഫോർ എന്നുള്ളത് ഞാൻ 0 ആക്കി വെച്ചു. ഓക്കെ, 0 ആക്കി വെച്ചു. ആഫ്റ്റർ സ്പേസിംഗ് എന്നുള്ളത് ഞാനൊരു 12 കൊടുക്കുകയാണ്. ഓക്കെ അമർത്തി, ആണോ? ഇപ്പോൾ തമ്മിൽ രണ്ട് സ്പേസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടാനുസരണം നമുക്കിതിവിടെ ചേഞ്ച് ചെയ്യാം. ഉണ്ടോ, നമുക്കിവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും എത്ര സ്പേസ് ആണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, ആണോ? എത്ര സ്പേസ് ആണെങ്കിൽ നമുക്കിവിടെ മാറ്റാൻ സാധിക്കും പാരഗ്രാഫ്സ് തമ്മിലുള്ള സ്പേസ്. ഇപ്പോൾ ലൈൻ സ്പേസിംഗ് 1.5 ലൈൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻസ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കൂടുതലായിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് 1.5 ലൈൻസ് ആയിരിക്കും അവിടെ ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ ഡിഫാൾട്ട് ആയിട്ട് സിംഗിൾ സ്പേസിംഗ് ആയിരിക്കും, 1.5 ആയിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്, സ്പേസ് വേണമെങ്കിൽ. പാരഗ്രാഫ് സ്പേസിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിഫോറും ആഫ്റ്ററും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും മാറ്റാവുന്നതാണ്. ഓക്കെ, ഇനി ഓട്ടോ ഫോർമാറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓട്ടോ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫീച്ചർ ഓട്ടോമാറ്റിക്കലി ഫോർമാറ്റ്സ് എ വേർഡ് ഡോക്യുമെന്റ് ആസ് യു ടൈപ്പ് ഇറ്റ് ബൈ അപ്ലൈയിങ് ദ അസോസിയേറ്റഡ് സ്റ്റൈൽസ് ടെക്സ്റ്റ്. അപ്പോൾ ഓട്ടോ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അപ്ലൈഡ് വെൻ ടൈപ്പിംഗ്. നമ്മളൊരു വേർഡ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേർഡ് അപ്ലൈ ചെയ്യുന്ന കുറച്ച് എന്താണ് ഓട്ടോമാറ്റിക് ഫോർമാറ്റുകളെയാണ് ഓട്ടോ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഫീച്ചർ എന്താണ്, അതിൻ്റെ ഫീച്ചർ നമുക്ക് മാറ്റാൻ സാധിക്കും. ബൈ ഡിഫാൾട്ടായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടാവും.
നമുക്കത് എവിടെ പോയിട്ട് മാറ്റാൻ സാധിക്കും? നമുക്ക് എവിടെ പോയി കാണാൻ സാധിക്കും? നമുക്ക് ഫയൽ ടാബിൽ പോവാം. ഫയൽ ടാബിൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ട്, അത് തിരഞ്ഞെടുക്കുക. പ്രൂഫിങ്ങിൽ പ്രൂഫിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോ കറക്റ്റ് ഓപ്ഷൻ ഉണ്ടോ? അപ്പോൾ ഓട്ടോ ഫോർമാറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ബിൽഡ് ഇൻ ഹെഡിങ് സ്റ്റൈൽസ് ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ഉണ്ടോ? ലിസ്റ്റ് സ്റ്റൈൽസ്, ഓട്ടോമാറ്റിക് ബുള്ളറ്റ് സ്റ്റൈൽസ്, അതർ പാരഗ്രാഫ് സ്റ്റൈൽസ്, സ്ട്രെയിറ്റ് കോഡ്സ്, ഉണ്ടോ? ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ടിക്ക് ചെയ്ത് ഒഴിവാക്കാനും ആഡ് ചെയ്യാനൊക്കെ സാധിക്കും ഉണ്ടോ? ഇതൊക്കെ നമുക്ക് ഓട്ടോ ഫോർമാറ്റ് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനും അപ്ലൈ ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, ഇതാണ് ഓട്ടോ ഫോർമാറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ബൈ ഡിഫാൾട്ട് ആയിട്ട് വേർഡ് ഓട്ടോമാറ്റിക്കലി ഓരോ ഡോക്യുമെൻറ്റും ഫോർമാറ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ചൂസ് ചെയ്യാതെ തന്നെ അതിൻ്റെതായ ഫീച്ചേഴ്സ് അത് ആഡ് ചെയ്യും. ഓക്കെ, ഈ ഓപ്ഷൻസ് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ഒഴിവാക്കാനും ആഡ് ചെയ്യാനും സാധിക്കും. ഇനി കമ്മിങ് ടു ദ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്, അടുത്തൊരു ടോപ്പിക്കാണ്, ഏരിയയാണ് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്. Borders and shading. What do you mean by borders and shading? Borders and shading can enhance the appearance, add interest to various parts of our document. Borders and shading. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ് ഇതാണ്. ഈ ഡോക്യുമെന്റിൽ നമുക്ക് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചു. ബോർഡർ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് എന്ന് പറഞ്ഞാൽ ബോർഡേഴ്സ് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ബോർഡർ നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, എങ്ങനെയാണ് ഒരു ബോർഡർ സെറ്റ് ചെയ്യുക? നമുക്ക് വേണ്ട ഈ ഏരിയ സെലക്ട് ചെയ്യുക, ഇതിന് ബോർഡർ കൊടുക്കണം, ഈ ഒരു പാരഗ്രാഫിന് ബോർഡർ കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഹോം ടാബിൽ പാരഗ്രാഫ് ഗ്രൂപ്പിൽ ഇവിടെ കാണാം ഷെയ്ഡിങ്, ഇവിടെ ബോർഡേഴ്സ്. ഓക്കെ, ബോർഡർ സെലക്ട് ചെയ്ത് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ഡയലോഗ് ബോക്സ് അപ്പിയർ ചെയ്ത് വന്നു. ഇവിടെ നമ്മൾ ബോർഡർ കൊടുക്കുകയാണ്. ഓക്കെ, ബോക്സ് രീതിയിൽ ബോർഡർ കൊടുക്കുക, ഷാഡോ രീതിയിൽ കൊടുക്കാം. ബോക്സ് ഞാൻ തിരഞ്ഞെടുത്തു, അതിനൊരു സ്റ്റൈലും സെറ്റ് ചെയ്തു. ഓക്കെ, അതിനൊരു കളറും സെറ്റ് ചെയ്യാം. നമുക്ക് കളറൊക്കെ നമുക്ക് മാറ്റാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്ലൈ ടു പാരഗ്രാഫ് ടെക്സ്റ്റ്, പാരഗ്രാഫ് ഞാൻ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഉണ്ടോ? ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് ബോർഡറിൽ വന്നു. ക്ലിയർ? അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഒരു വേർഡിന് മാത്രം ബോർഡർ കൊടുക്കാം, ഒരു പാരഗ്രാഫിന് കൊടുക്കാം. ഇനി ഒരു പേജിന് ബോർഡർ കൊടുക്കാനും സാധിക്കും. ഓക്കെ, പേജ് ബോർഡർ എങ്ങനെ ചെയ്യാം? ഇതേ രീതിയിൽ പോവാ, ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ഡയലോഗ് ബോക്സ് എടുക്കുക, പേജ് ബോർഡർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അവിടെ നമ്മൾ ബോക്സോ ഷാഡോയോ കൊടുക്കാം. നമുക്ക് വേണ്ട ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ വിഡ്ത്തൊക്കെ തിരഞ്ഞെടുക്കാം കേട്ടോ, നമുക്ക് എത്ര വിഡ്ത്ത് വേണമെങ്കിലും അത് കൊടുക്കാം. പിന്നെ കളർ വേണമെങ്കിൽ എടുക്കാം. ഹോൾ ഡോക്യുമെന്റ് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ പേജിലേക്കും ഇത് വരും. ഫസ്റ്റ് പേജ് മാത്രം മതിയെങ്കിൽ അത് ഇങ്ങനെ കൊടുക്കുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബോർഡറിലായിട്ട് മാറി. ഓക്കെ, ഇതാണ് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്. ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ക്യാൻ ബി അപ്ലൈഡ് ടു എ ടെക്സ്റ്റ്, ടു എ പാരഗ്രാഫ്, ടു എ പേജ്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ ഷെയ്ഡിങ് നമുക്ക് എങ്ങനെ നടത്താം? ഓക്കെ, ഈ പാരഗ്രാഫ് എനിക്ക് ഷെയ്ഡഡ് ആയിട്ട് കാണണം. ഹോം ടാബിൽ പാരഗ്രാഫ് ഗ്രൂപ്പിൽ ഞാൻ എന്ത് ചെയ്തു? ഷെയ്ഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഗ്രീൻ ഓപ്റ്റ് ചെയ്യാണ്. ഉണ്ടോ? ഷെയ്ഡഡ് ആയിട്ട് വരികയാണ്. അതിപ്പോൾ ഒരു സിംഗിൾ ലൈൻ ആണെങ്കിലും ഓക്കെ, പാരഗ്രാഫ് വേണ്ട, ലൈൻ ആണെങ്കിലും നമുക്ക് മാറ്റാം. ഓക്കെ, ഇതാണ് ഷെയ്ഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് ടെക്സ്റ്റിലേക്കാണ്, പാരഗ്രാഫിലേക്ക് കൊടുക്കാം. പിന്നെ ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ സ്റ്റെപ്പ് വൈസ് ആണ് എഴുതേണ്ടത്. ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് വൈസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ടാബിനെ കുറിച്ചും ടാബ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും അത് മൂവ് ചെയ്യാമെന്നൊക്കെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.